Good morning. Welcome to today's section of CTTF Digital. Today we have the topic gradients. Okay. So കഴിഞ്ഞ സെക്ഷൻ്റെ അകത്ത് നമ്മൾ അലൈൻമെന്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പൊസിഷനിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ് ഈ ഒരു ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഗ്രേഡിയന്റ് ഇവിടെ സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് രണ്ടിൽ കൂടുതലോ കളേഴ്സിന്റെ വിത്തൗട്ട് യൂസിങ് ഇമേജസ് യൂസ് ചെയ്യാതെ രണ്ടിൽ കൂടുതലോ കളേഴ്സിൽ സ്മൂത്ത് ആയിട്ടുള്ള കളേഴ്സിന്റെ ഇടയിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻസ് ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഗ്രേഡിയന്റ് ക്രിയേറ്റ് സ്മൂത്ത് ട്രാൻസിഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ കളേഴ്സ് വിത്തൗട്ട് യൂസിങ് ഇമേജസ്. ഓക്കെ, അപ്പൊ ഈ ഹെവി ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ഒക്കെ ആഡ് ചെയ്യുന്നതിന് പകരമായിട്ട്, ഓക്കെ, നമ്മളിപ്പോ ഹെവി ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ഒക്കെ യൂസ് ചെയ്യും. സോ അങ്ങനെ ഹെവി ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ഒക്കെ ആഡ് ചെയ്യുന്നതിന് പകരം ഈ CSS ഗ്രേഡിയന്റ് എന്തിനനുവദിക്കും നമ്മളാ കളറ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ആ ഒരു കോഡുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കളറിന് എന്ത് ചെയ്യും CSS ഗ്രേഡിയന്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കും. സോ ഇൻസ്റ്റെഡ് ഓഫ് ആഡിങ് ഹെവി ബാക്ക്ഗ്രൗണ്ട് ഇമേജസ്, CSS gradient allow us to generate color blends directly with code. ഓക്കെ, അപ്പൊ ഒരു ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഇസ് എ കളർ ട്രാൻസിഷൻ. ഓക്കെ, നമ്മളിപ്പം നോർമലി ഒരു ഗ്രേഡിയന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കളർ ട്രാൻസിഷൻ ആണ്. ഇത് ഈ ഇമേജ് ഫയൽസിന്റെ ആവശ്യകത ഉണ്ടാവില്ലേ, അതായത് നമ്മൾക്ക് ഈ ഇമേജ് ഫയലിന്റെ ആവശ്യകതേന ഇത് എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, അതേപോലെ തന്നെ റെസ്പോൺസീവും ആണ്. ഓക്കെ, സോ ഇറ്റ് എലിമിനേറ്റ്സ് ദ നീഡ് ഓഫ് ഇമേജ് ഫയൽസ്. ഇത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാം, ബട്ടൺസിൽ യൂസ് ചെയ്യാം, ഹെഡേഴ്സിൽ യൂസ് ചെയ്യാം, കാർഡ്സിൽ യൂസ് ചെയ്യാം, UI ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഗ്രേഡിയന്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഗ്രേഡിയന്റ്, ഇൻ ഷോർട്ട്, ഗ്രേഡിയന്റ് ഇസ് എ കളർ ട്രാൻസിഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾക്ക് 3 ടൈപ്സ് ഓഫ് ഗ്രേഡിയൻസ് ഉണ്ട്. ഓക്കെ, 3 ടൈപ്സ് ഓഫ് ഗ്രേഡിയൻസ് ഉണ്ട്. ലീനിയർ ഗ്രേഡിയന്റ്, റേഡിയൽ ഗ്രേഡിയന്റ്, conic gradient. Okay, ഇവിടെ നമ്മൾക്ക് 3 types of gradient will be there, that is linear gradient, radial gradient and conic gradient. Okay, so let's discuss each one in detail. First we will start with linear gradient. എന്താണ് ഈ ലീനിയർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്? ഈ ലീനിയർ ഗ്രേഡിയന്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. ഓക്കെ, ലീനിയർ ഗ്രേഡിയന്റ് മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഡിഫോൾട്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ടോപ്പ് ബോട്ടം ആണ്, അൺലെസ് എ ഡയറക്ഷൻ ഇസ് സ്പെസിഫൈഡ്. ഓക്കെ, സോ ഈ ഒരു ഡിഫോൾട്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടം, അൺലെസ് എ ഡയറക്ഷൻ ഇസ് സ്പെസിഫൈഡ്. ഓക്കെ, അൺലെസ് ഡയറക്ഷൻ സ്പെസിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ലീനിയർ ഗ്രേഡിയന്റ്, ഡയറക്ഷൻ കളർ 1 കളർ 2. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താ? ലീനിയർ ഗ്രേഡിയന്റ്, ഡയറക്ഷൻ കളർ 1 കളർ 2. ഓക്കെ, ഇതാണ് ലീനിയർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. സോ ഡിഫോൾട്ട് വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ലീനിയർ ഗ്രേഡിയന്റ് റെഡ് യെല്ലോ കൊടുത്തു. ഇത് ടോപ്പിൽ നിന്ന് ബോട്ടം ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഇത് എപ്പോഴും മൂവ് ചെയ്യുന്നത് എങ്ങനെയാ? ടോപ്പിൽ നിന്ന് ബോട്ടം ആയിട്ടാണ്, അതായത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കാണ് ഇത് എപ്പോഴും മൂവ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ലീനിയർ ഗ്രേഡിയന്റ് ടു റൈറ്റ് റെഡ് യെല്ലോ. ഓക്കെ, ഇത് എപ്പോഴും മൂവ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഓക്കെ, സോ ഡിഫോൾട്ടും ഹൊറിസോണ്ടൽ ഗ്രേഡിയന്റും. ഇനി ഡയഗണൽ ഗ്രേഡിയന്റ്, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ലീനിയർ ഗ്രേഡിയന്റ് 45 DEG, 45 ഡിഗ്രി. ഓക്കെ, ബ്ലൂ വൈറ്റ്. ഇത് ഡയഗണലി ആണ് മൂവ് ചെയ്യുന്നത് at 45 degrees. ഓക്കെ, മൂവ്സ് ഡയഗണലി at 45 degrees. സോ ലീനിയർ ഗ്രേഡിയന്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത്, മൂവ്സ് ഡയഗണലി at 45 degrees. സോ കളർ സ്റ്റോപ്സ് നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, കളർ സ്റ്റോപ്സ് എന്താ ഡിഫൈൻ ചെയ്യുന്നത്?
എവിടെയാണ് ആ ഒരു കളർ ചേഞ്ച് നടക്കുന്നതെന്നാണ് ഈ ഒരു കളർ സ്റ്റോപ്പ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ കളർ സ്റ്റോപ്സ് ഡിഫൈൻസ് വേർ ദ കളർ ചേഞ്ച് ഹാപ്പൻസ്. ഓക്കെ, എവിടെയാണോ കളർ ചേഞ്ച് നടക്കുന്നത് അതിനെയാണ് കളർ സ്റ്റോപ്സ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ലീനിയർ ഗ്രേഡിയന്റ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ലീനിയർ ഗ്രേഡിയന്റ്. ടു ബോട്ടം റെഡ് 20%, യെല്ലോ 80% കൊടുത്തു. അപ്പൊ റെഡ് എന്ന് പറയുന്നത് ആദ്യത്തെ 20% ഓഫ് ദ ഏരിയ എടുക്കും. ഓക്കെ, ആദ്യത്തെ 20% ഓഫ് ദ ഏരിയ എടുക്കുന്നത് റെഡ് ആയിരിക്കും. ഇവിടെ ഡൊമൈനിങ് ആയിട്ട്, അതായത് ഡൊമിനേറ്റ് ചെയ്യുന്നത് യെല്ലോ ആണ്. ഡൊമിനേറ്റ് ചെയ്യുന്നത് അതായത് റിമൈനിങ് 80% യെല്ലോ ആണ്. സോ ഈ യെല്ലോ ഡൊമിനേറ്റ് ദ റിമൈനിങ് 80%. ഇത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? പാറ്റേൺസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സോഫ്റ്റ് കളർ ട്രാൻസിഷൻസിന് വേണ്ടിയിട്ട്, കസ്റ്റം ലേഔട്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നത്. Used for designing patterns, soft color transitions and customs layout. Okay, next radial gradient. Okay, radial gradient. ഈ ഒരു റേഡിയൽ ഗ്രേഡിയന്റ് സ്പ്രെഡ് ഔട്ട്വേർഡ് ഫ്രം ദ സെന്റർ. ഓക്കെ, സെന്ററിന് സ്പ്രെഡ് ചെയ്തിട്ട്, അതായത് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത പോലെയാണ് ഈ ഒരു റേഡിയൽ ഗ്രേഡിയന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ റേഡിയൽ ഗ്രേഡിയന്റ് സ്പ്രെഡ് ഔട്ട്വേർഡ് ഫ്രം ദ സെന്റർ. ഈ ഒരു കളർ ട്രാൻസിഷൻ എപ്പോഴാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാ നടക്കുന്നത്? ഫ്രം ദ മിഡിൽ ടു ദ എഡ്ജ്. മിഡിലിന് എഡ്ജിലോട്ടേക്കാണ് ഈ ഒരു കളർ ട്രാൻസിഷൻ നടക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് റേഡിയൽ ഗ്രേഡിയന്റ്, സർക്കിൾ, കളർ 1, കളർ 2. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഇസ് റേഡിയൽ ഗ്രേഡിയന്റ്, സർക്കിൾ, കളർ 1, കളർ 2. സോ ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സർക്കുലർ ഗ്രേഡിയന്റ് ആണ്. സർക്കിൾ എന്ന് പറയുന്നത് എന്താ? ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സർക്കുലർ ഗ്രേഡിയന്റ് ആണ്. ക്യാൻ ഓൾസോ ഗിവ് എലിപ്സ്. ഓക്കെ, ഇതെന്തും കൂടെ തരുന്നുണ്ട്? എലിപ്സും കൂടെ തരുന്നുണ്ട്. സോ ക്യാൻ ഓൾസോ ഗിവ് എലിപ്സ്. ഡിഫോൾട്ട് ഇഫ് ദ കണ്ടെയ്നർ ഇസ് നോട്ട് സ്ക്വയർ. ഓക്കെ, ആ ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നത് സ്ക്വയർ അല്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് ഇഫ് ദ കണ്ടെയ്നർ ഇസ് നോട്ട് സ്ക്വയർ. ഫോർ എക്സാമ്പിൾ, ബാക്ക്ഗ്രൗണ്ട് റേഡിയൽ ഗ്രേഡിയന്റ്, സർക്കിൾ, പിങ്ക്, പേർപ്പിൾ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു, റേഡിയൽ ഗ്രേഡിയന്റ്, സർക്കിൾ, പിങ്ക്, പേർപ്പിൾ. സ്റ്റാർട്ട് വിത്ത് പിങ്ക് അറ്റ് സെന്റർ. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കാം? സർക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സെന്റർ ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് പിങ്ക് ആയിരിക്കും. ഇനി ജെന്റ്ലി ഫേഡ് ഇൻ ടു പേർപ്പിൾ ടുവേർഡ്സ് ദ കോർണേഴ്സ്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് റേഡിയൽ ഗ്രേഡിയന്റ്, സർക്കിൾ, പിങ്ക്, പേർപ്പിൾ എന്നാണ്, റൈറ്റ്? അപ്പൊ ഈ ഒരു സർക്കിളിന്റെ സെന്ററിൽ എന്താ ഉണ്ടാവുക? പിങ്ക് ആണ് ഉണ്ടാവുക. ഇനി അതിങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് കോർണറിലോട്ടേക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു പിങ്ക് കളർ ഫെയ്ഡായി പേർപ്പിളിലോട്ടേക്ക് മാറും. ഓക്കെ, അപ്പൊ കോർണറിൽ എത്തുമ്പോഴത്തേക്കും അതിന്റെ കളർ എന്താവും? പിങ്കിൽ നിന്ന് പേർപ്പിളിലോട്ടേക്ക് മാറി. ഇത് അതായത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് UI കാർഡ്സിലും അതുപോലെ തന്നെ സ്പെഷ്യൽ എഫക്റ്റിന് വേണ്ടിയിട്ടും ബാക്ക്ഗ്രൗണ്ട്സിന് വേണ്ടിയിട്ടൊക്കെയാണ്. ഓക്കെ, സോ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ UI കാർഡ്സ്, സ്പെഷ്യൽ എഫക്ട്സ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്സ്. നെക്സ്റ്റ്, കോണിക് ഗ്രേഡിയന്റ്. ഓക്കെ, കോണിക് ഗ്രേഡിയന്റ്. ഈ കോണിക് ഗ്രേഡിയന്റ് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് കളർ അറൌണ്ട് എ സെന്റർ പോയിന്റ് like a pie chart or a color wheel. Okay, ഒരു കോണിക് ഗ്രേഡിയന്റ് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, റൊട്ടേറ്റ് കളർ ഒരു സെന്റർ പോയിന്റിന് ചുറ്റുമായിട്ട് ഈ ഒരു കോണിക് ഗ്രേഡിയന്റ് കളർ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഒരു പൈ ചാർട്ടോ അല്ലെങ്കിൽ ഒരു കളർ വീലോ ഒക്കെ പോലെ. ഇനി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കൊടുക്കുന്നത്? ഇത് ബാക്ക്ഗ്രൗണ്ട് കോണിക് ഗ്രേഡിയന്റ്, കളർ 1, കളർ 2 ലൈക്ക് ദാറ്റ്, അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പൊ ഈ ഒരു ഗ്രേഡിയന്റ് ആ ഒരു സെന്ററിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, നോട്ട് ഔട്ട്വേർഡ്സ്. ഓക്കെ, സെന്ററിന് ചുറ്റും ആ ഒരു ഗ്രേഡിയന്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കളേഴ്സ് സർക്കുലർ പാത്തിലാണ് ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഇവിടത്തോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഫ്രം ദിസ് ടു ദിസ് എന്ത് ചെയ്യും? കളർ ചേഞ്ച് ചെയ്യും. നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് സെന്ററിന് ഔട്ട്വേർഡ് ആയിരുന്നു മൂവ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ആ ഒരു സെന്ററിന് ചുറ്റും മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു സർക്കുലർ പാറ്റേണിലാണ് കളർ ചേഞ്ച് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ബാക്ക്ഗ്രൗണ്ട് കോണിക് ഗ്രേഡിയന്റ്, റെഡ്, യെല്ലോ,
green, blue. Okay, red, yellow, green, blue. So ഇവിടെ കളർ എന്ന് പറയുന്നത് റെഡ് അറ്റ് ദ ടോപ്പ് ഓക്കെ, അതായത് സ്റ്റാർട്ട്സ് വിത്ത് റെഡ് അറ്റ് ദ ടോപ്പിൽ എന്താ ഉള്ളത്? റെഡ് ആണ്. ഓക്കെ, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അത് ക്ലോക്ക് വൈസില് യെലോയിലൂടെ കടന്നു വന്ന് ഗ്രീനിലോട്ട് എത്തി, ദെൻ ഗ്രീനിൽ നിന്ന് ബ്ലൂയിലോട്ടേക്ക് എത്തി, അങ്ങനെ ഈ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ടേക്ക് ഇത് മൂവ് ചെയ്യും. ഓഫൺ യൂസ്ഡ് ഫോർ ഇൻഫോഗ്രാഫിക്സ്, ചാർട്ട്സ്, ഇൻഡിക്കേറ്റേഴ്സ്. ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇതിന്റെ യൂസ് കേസസ് എന്തൊക്കെയാണ്? ഇൻഫോഗ്രാഫിക്സിന് വേണ്ടിയിട്ട്, ചാർട്ട്സിന് വേണ്ടിയിട്ട്, ഇൻഡിക്കേറ്റേഴ്സിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മൈൻഡിൽ കോണിക് ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരേണ്ടത് ആക്ച്വലി കളർ വീലൊക്കെ പോലെയുള്ള സാധനങ്ങളാണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾക്ക് ഈ ഒരു സെക്ഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. CTTFന്റെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുവാണ്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.